മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. ആ ദുഃഖങ്ങൾ ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ദുഃഖങ്ങൾ, അതില് ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കാൻ സാധിക്കുന്തോറും നമ്മുടെ വീട്ടിനകത്ത് എത്രത്തോളം പ്രശ്നങ്ങളില്ലാതെയാവും എന്ന് കഴിഞ്ഞ പ്രാവശ്യം വിവരിക്കേണ്ടായി. അതേപോലെയാണ് ധാരാളം വീടുകളിൽ നിന്ന് മാതാപിതാക്കള് ഫോണിൽ വിളിച്ചെന്നോട് പറയാറുണ്ട്, എൻ്റെ മകനെ സാർ ഒന്ന് ഉപദേശിക്കോ, മകളെ ഒന്ന് ഉപദേശിക്കാവോ, കുട്ടികൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, അവർക്ക് വീട്ടിനകത്ത് ഒരു സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ ഫീലിംഗ് ഒന്നുമില്ല, അവര് ഏതോ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന മാതിരിയാണ് വീട്ടിൽ താമസിക്കുക, അച്ഛനോടും അമ്മയോടും ബഹുമാനമോ സ്നേഹമോ ഒന്നുമില്ല, ആദ്യരാത്രിക്കാണ് കയറി വരുന്നത്. ഇങ്ങനെയുള്ള ധാരാളം കമന്റുകള്, ദുഃഖങ്ങള്, വേദനകള്, അവരുടെ പരിദേവനങ്ങൾ പറയാറുണ്ട്. അതിനെല്ലാം മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൂടാ, വിളിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം എനിക്ക് അറിഞ്ഞുകൂടാ, കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രത്യേകതകളോ അവരുടെ ജീവിത ശൈലിയോ ഒന്നും അറിയാതെ ഞാൻ എന്ത് സൊല്യൂഷനാ കൊടുക്കുക? അങ്ങനെ എല്ലാവർക്കും കൂടി ബാധകമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. യഥാർത്ഥത്തില് യൂണിവേഴ്സൽ ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ നന്മ നിറഞ്ഞ വ്യക്തികളും പറഞ്ഞിരിക്കുന്നത്, പറയുന്നത്, ഇനിയും പറയാൻ പോകുന്നത് സ്നേഹത്തിലൂടെ മാത്രമേ തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ സാധിക്കുള്ളൂ എന്നാ പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, യു മേ ബി ഹേറ്റിംഗ് മീ, but if I have decided to love you, initially you may again hate me, but after 1 month or after 1 year, inevitably you will have to remove your hatred and you will have to love me. There is no other alternative. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നോട് വെറുപ്പുണ്ടാവാം, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, സ്നേഹമാണ് ഉള്ളതെങ്കിൽ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തോട് ആദ്യം നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാം, പിന്നെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് വിവേകാനന്ദന്റെ വരിയാണ്. ലവ് ഈസ് ദ ഓൺലി റിലീജിയൻ ഇൻ ദ വേൾഡ്. അതും അദ്ദേഹം പറഞ്ഞതാണ്. Every religion should convey the message of love. സ്നേഹിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഒരേ ഒരു മതം. സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഏത് മതത്തിൻ്റെയും ലക്ഷ്യം. ആ സന്ദേശം നമ്മൾ വീട്ടിലൊന്ന് പകർത്തിനിയായിരിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളുമായിട്ട് മാതാപിതാക്കൾക്ക് ഉണ്ടാവാം. അവര് പരസ്പരം വഴക്ക് പറഞ്ഞു എന്ന് വന്നേക്കാം, എതിർത്തു എന്ന് വന്നേക്കാം, പുച്ഛിച്ചു എന്ന് വന്നേക്കാം, നിരാകരിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ യു ഹാവ് ടു ഡു ദ ഗുഡ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഗുഡ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ യു ഹാവ് ടു ലവ് അതേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് ലവിങ് അതേഴ്സ്. ഞാൻ ഈ ലവിങ് എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഇന്നത്തെ അർത്ഥം പോലെ പറയുകയല്ല, സ്നേഹിക്കുക എന്ന അർത്ഥത്തിൽ, പ്രേമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, സ്നേഹിക്കുക എന്നുള്ള അർത്ഥത്തില് നമ്മൾ നമ്മളുടെ മക്കളെ ചെറുപ്പം മുതൽക്ക് സ്നേഹിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക.
ആ മനസ്സിൽ തോന്നുന്ന സ്നേഹമെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളതെന്ന് വിചാരിക്കാം. ആ കുട്ടികളുടെ ഓരോ നന്മകളും കണ്ട് അഭിനന്ദിച്ചു എന്ന് വിചാരിക്കാം. അവരെ ഇടയ്ക്കൊക്കെ അനുഗ്രഹിച്ചു, അവരെ ആശീർവദിച്ചു, അവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് ചോദിച്ച് ഒരു സുഹൃത്തിനെ പോലെ, കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയെ പോലെ അവരുടെ അടുത്ത് പെരുമാറിയെന്ന് വിചാരിക്കാം. അവരുടെ എല്ലാ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് അമ്മയും അച്ഛനും ചുമട് താങ്ങിയായിട്ട് കൂട്ടത്തിലുണ്ട് എന്നവർക്ക് തോന്നുന്നു എന്ന് വിചാരിക്കാം. ഈ ലോകത്തിലെ ഏത് മനുഷ്യനും, ഏത് ഹിറ്റ്ലറും, ഏത് എബ്രഹാം ലിങ്കണും, ഏത് ഒസാമ ബിൻ ലാദനും, ഏത് ഒബാമയും, ഏത് വീരപ്പനും, ഏത് മഹാത്മാഗാന്ധിയും മറ്റുള്ളവരിൽ നിന്ന് നന്മകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെയധികം ലോകനിയമമാണ്. അമ്മയും അച്ഛനും മക്കളും ഈ കാറ്റഗറിയിൽപ്പെടുന്ന എല്ലാ കുടുംബാംഗങ്ങളും സ്നേഹ മസൃണമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അഭിനന്ദനത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ അനുമോദനത്തിന്റെ വാക്കുകൾ. എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കയ്പുള്ളത് കഴിക്കാൻ വിരക്തിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനുമുള്ള വിമർശനങ്ങൾ കേൾക്കാൻ താല്പര്യക്കുറവുണ്ട്. ആ വിമർശനങ്ങളെ പോലും കുറ്റപ്പെടുത്തലുകളാക്കാതെ തിരുത്താനുള്ള സന്ദേശങ്ങളായിട്ട് കൊടുക്കാൻ എങ്ങനെയാണോ മാതാപിതാക്കൾക്ക് സാധിക്കുന്നത്, ആ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ധന്യമായിരിക്കുമെന്നുള്ളത് ഒരു സംശയത്തിനും വക നൽകാത്ത വിധത്തിൽ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. എല്ലാ മക്കളുടെയും മനസ്സിൽ അമ്മയുടെയും അച്ഛന്റെയും ചിത്രമുണ്ട്. അത് പലപ്പോഴും മക്കളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കുന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്. മക്കൾക്ക് എങ്ങനെ പെരുമാറാനും സ്വാതന്ത്ര്യമുണ്ട്, ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അമ്മയ്ക്കും അച്ഛനും ബിഹേവ് ചെയ്യാനേ സ്വാതന്ത്ര്യമുള്ളൂ, മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. കാരണം മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവര് നമ്മളോട് പറഞ്ഞിട്ടല്ല, നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ നമ്മുടെ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ലൊരു മനസ്സും കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല ശരീരവും നല്ല മനസ്സും കൊടുക്കുന്നത് അച്ഛനും അമ്മയും ചെയ്യുന്നൊരു ത്യാഗമാണ് എന്ന് ഒരു കാരണവശാലും ധരിക്കേണ്ട കാര്യമില്ല. കാരണം അവരാണ് മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് മക്കളെ നല്ലവരും വലിയവരുമാക്കേണ്ട ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാ ഉള്ളത്. ആ മക്കളില് മാതാപിതാക്കളോടുള്ള കടപ്പാട് ഉണ്ടാക്കേണ്ടത് മക്കളോടുള്ള കടപ്പാട് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ധർമ്മം നല്ല കഥകളിലൂടെ, നല്ല അനുഭവങ്ങളിലൂടെ, നല്ല ഉപദേശങ്ങളിലൂടെ, ജീവിത സത്യങ്ങളിലൂടെ കൊടുക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ കൊടുത്ത് അവരുടെ കൂട്ടത്തിൽ ഒരുവരായിട്ട് ഒരു സുഹൃത്തിനെ പോലെ അവരുടെ കൂട്ടത്തിൽ സുഖത്തിലും ദുഃഖത്തിലുമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മക്കളുടെ മനസ്സിൽ അച്ഛനും അമ്മയും എന്നും ഉണ്ടാവും. ഞാൻ അച്ഛനാണ്, ദേഷ്യക്കാരനാണ്, വാശിയുള്ളവനാണ്, മകനാണെന്നൊന്നും നോക്കില്ല, മകളാണെന്നൊന്നും നോക്കില്ല, അടിച്ച് പുറത്താക്കും, പടിയടച്ച് പുറത്താക്കാനൊന്നും എനിക്ക് വിഷമമില്ല, ഞാൻ പറഞ്ഞ മാതിരി കേട്ടാ മതി, ഞാനാണ് നിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുന്നത്, അച്ഛനുള്ളിടത്തോളം
അച്ഛൻ വരച്ച വരയിൽ നിന്നാ മതി, നിനക്ക് സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ല. പണ്ടും വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും സ്വാതന്ത്ര്യം കൊടുക്കാത്ത തറവാടാണിത്. ഈ പദപ്രയോഗങ്ങളുടെ എല്ലാം കാലം കഴിഞ്ഞുപോയി. ഇതെല്ലാം കോപ്പറേഷന്റെയും കോ എക്സിസ്റ്റിംഗിന്റെയും കോംപ്ലിമെന്റേഷന്റെയും കാലഘട്ടമാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് ജീവിച്ചൊരു വീട്ടില് മക്കൾക്ക് നന്മ നിറഞ്ഞ രീതിയിൽ സ്വഭാവം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? മക്കൾക്ക് ആരാണോ മാതൃകയാവേണ്ടത് അവര് തന്നെ ശത്രുക്കളെ പോലെ പെരുമാറുമ്പോൾ വളർന്നു വരുന്ന മക്കളുടെ മനസ്സിനകത്തുണ്ടാവുന്ന വികാരം എന്തായിരിക്കും? ആ മക്കളുടെ മനസ്സ് ഒരിക്കൽ തിന്മയിലേക്ക് കടന്നാൽ, ഒരിക്കൽ വാശിയിലേക്കും ദേഷ്യത്തിലേക്കും പകയിലേക്കും അഹങ്കാരത്തിലേക്കും കടന്നാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കാലം ഒത്തിരി എടുക്കും. ചെറുപ്പത്തിലെ തിന്മയുടെ വികാരം അകത്തേക്ക് കയറ്റി വിടുകയോ കയറി പോവുകയോ ചെയ്താൽ അതാണ് ഒരു വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാഴ്ച അടുത്ത കാലത്ത് കണ്ടു. എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ ഞാൻ പോയി 2-3 ദിവസം മുമ്പ്. അവിടെ ആ കോളേജിനെ സ്വയംഭരണ കോളേജായിട്ട്, സെൽഫായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കോളേജായിട്ട് ഓട്ടോണോമസ് കോളേജാക്കാനുള്ള ഗവൺമെന്റ് നിർദ്ദേശത്തിനെതിരെ സമരം നടക്കുകയാണ് അവിടെ. അതുകൊണ്ട് കോളേജില്ല. 250 കുട്ടികളെ അവിടെ ഞാൻ കണ്ടു, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചൊരു കോളേജാണ് എന്ന സന്തോഷത്തിൽ ഒരു അരമണിക്കൂർ കിട്ടിയപ്പോൾ ഞാൻ ആ കോളേജിലേക്ക് പോയി. അവിടെ കണ്ട വരി, അവിടെ കണ്ട കാഴ്ച വരികളിലൂടെ പറയാൻ ബുദ്ധിമുട്ടാണ്. ആ 300 കുട്ടികളിൽ ഭൂരിഭാഗവും ആൺകുട്ടികൾ, കുറച്ച് പെൺകുട്ടികൾ. അവരുടെ പ്രാകൃതമായ മുഖഭാവം, പ്രാകൃതമായ ഡ്രസ്സ്, പ്രാകൃതമായ തലമുടിയുടെ ക്രമീകരണം, പ്രാകൃതമായ ഭാഷാപ്രയോഗം, മൊത്തത്തിലൊരു ആസുരീകമായ ലുക്ക്. എന്റെ കൂട്ടത്തിൽ കുറെ പേരുണ്ടായിരുന്നു. അവര് പറയായിരുന്നു, ഒരു 2-3 കുട്ടികളെങ്കിലും ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവരുണ്ടായിരുന്നുവെങ്കിൽ സന്തോഷമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടികളുടെ മുഖം ഇങ്ങനെ പ്രാകൃതമായത്? 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഓരോ കുട്ടിയുടെയും മുഖം എന്ത് ഐശ്വര്യപൂർണമായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പൊ കണ്ടത്. ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ മൊത്തം മുഖഭാവം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരുടെ, ഒരുപക്ഷെ വർക്കിംഗ് ഡേയില് കോളേജ് തുറക്കുമ്പോൾ ഇനി വരാൻ സാധ്യതയുള്ള കുട്ടികളുടെ മുഖഭാവം വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെയുള്ള കുട്ടികളുടെ മുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ആ കോളേജിനകത്ത് SFIയുടെ പോസ്റ്റർ മാത്രമേ കണ്ടുള്ളൂ, SFIയുടെ കൊടി മാത്രമേ കണ്ടുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലോ വിദ്യാർത്ഥി സംഘടനയിലുള്ളവരുടെയും കണ്ടില്ല. സമരം ചെയ്യാനും പുച്ഛിക്കാനും അവഹേളിക്കാനും നിഷേധിക്കാനും പ്രകടനം നടത്താനും എന്തിനേയും ഏതിനേയും എതിർക്കാനും വേണ്ടിയിട്ടുള്ള മാനസിക ഭാവം സൃഷ്ടിച്ച് പ്രതികാരത്തിന്റെ മാത്രം മനസ്സിലൂടെ ജീവിച്ച കുട്ടികളുടെ മുഖം എങ്ങനെയുണ്ടാവും? സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടതാണ്. പ്രതികാര വാഞ്ച വളർത്തിക്കൊണ്ട് ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ വിദ്യാലയത്തിൽ കണ്ടു. മഹാരാജാസില് മറ്റെല്ലാ കോളേജുകാരും ആ കോളേജ് ഓട്ടോണോമസ് ആക്കണം എന്നുള്ളതിന് സമരം ചെയ്യുമ്പോൾ ഇത് ഓട്ടോണോമസ് ആക്കുന്നതിനെതിരെയാണ് സമരം ചെയ്യുന്നത്. എന്താണെന്ന് പോലും, ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാതെ എന്തിനും ഏതിനും നിഷേധാത്മകതയും പുച്ഛവും അവഹേളനവും നിരാകരീകരണവുമായിട്ട്
ജീവിക്കുന്ന വിദ്യാർത്ഥിയുടെ മുഖഭാവം കാണണമെങ്കിൽ നിങ്ങളൊന്ന് മഹാരാജാസ് കോളേജിൽ പോകണം. അതേപോലെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിലെന്ന് വിചാരിക്കുക. അപ്പൊ വീട്ടിൽ വളരുന്ന കുട്ടികളുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? ഇതേപോലെ ആയിരിക്കില്ലേ? അവർക്ക് എങ്ങനെയുണ്ടാവുക? അവരുടെ പെരുമാറ്റം, സംസാര രീതി, നടത്തം, തലമുടി, മുഖഭാവം, ശരീരപ്രകൃതി, ബോഡി ലാംഗ്വേജ് എങ്ങനെയുണ്ടാവും? എങ്ങനെയാണോ നേതാക്കന്മാര് അനുയായികളെ, അണികളെ ഇതുപോലെയുള്ള വഴിയിലൂടെ നടത്തുന്നത്, അതിന്റെ മറ്റൊരു പ്രതിഫലനമാണ് മാതാപിതാക്കള് മക്കളെ ഇതേപോലെ നടത്തുന്നത്. ആ മക്കൾക്ക് ജന്മം നൽകിയ കാലം മുതൽക്ക് അമ്മയ്ക്കും അച്ഛനും കുറച്ചൊക്കെ സമയമുണ്ടായിരുന്നു മക്കളെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇത് പറ്റിയത് നല്ല സന്ദേശങ്ങളും നല്ല കഥകളും ഉപദേശങ്ങളുമെല്ലാം ഈ നാടിന്റെ സാംസ്കാരിക മൂല്യങ്ങള് പഠിക്കുന്നവര്, പഠിപ്പിക്കുന്നവര് എങ്ങനെയാ കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ പൂർവ്വ പിതാമഹന്മാര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ടുള്ളതിനെ എല്ലാത്തിനെയും പുച്ഛിക്കുമ്പോഴും ഓർമ്മിക്കുക, നിങ്ങളുടെ മക്കളുടെ നേതാക്കന്മാരാകാൻ പോകുന്നവര് അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും വിടുമ്പോ ആ മക്കൾ ഏത് സംഘടനയിലാണോ ഉണ്ടാവുന്നത്, ആ സംഘടനയുടെ നേതാക്കന്മാരുടെ മക്കള് അവർ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും അമൃതാനന്ദമയിയുടെ കോളേജിലും ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലും സായിബാബയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് പഠിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. നിങ്ങളുടെ മക്കളെ കുത്തുവാള എടുപ്പിക്കുന്ന നേതാക്കന്മാര് അവരുടെ മക്കളെ കേരളത്തിലല്ല പഠിപ്പിക്കുന്നത്. 99% കേരളത്തിന് പുറത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. അപ്പൊ നമ്മുടെ മക്കളെ കുരുതി കൊടുക്കാനായിട്ട് നിഷേധാത്മകത മാത്രമുള്ള സംഘടനകളിലേക്ക് വിടുമ്പോൾ ഓർമ്മിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ നിന്ന് നല്ലത് കിട്ടില്ല, ഈ വീട്ടിൽ നിന്നേ നല്ലത് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന്. തിന്മ നിറഞ്ഞ വഴിയിലൂടെ വണ്ടി പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ വണ്ടി റിവേഴ്സ് ഗിയറിലിട്ട് വണ്ടിയെ പുറകോട്ടെടുത്ത് നന്മ നിറഞ്ഞ വഴിയിലേക്ക് കൊണ്ടുപോവുക അത്ര എളുപ്പമൊന്നുമല്ല. മദ്യപാനം ശീലിച്ച വ്യക്തിയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം. മാംസാഹാരം കഴിച്ച് ശീലിച്ച വ്യക്തിയെ വെജിറ്റേറിയനിസത്തിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി ശ്രമമുണ്ട്. വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്ന് കഴിച്ച് ശീലിച്ച വ്യക്തിയുടെ ശരീരം ആ മരുന്നിന് അഡിക്റ്റാണ് എന്ന് മറക്കരുത്. കൈക്കൂലി വാങ്ങിച്ച് ശീലിച്ച വ്യക്തി വാങ്ങിക്കുന്നത് കൈക്കൂലിയാണെന്ന് പോലും അറിയാതെയായിരിക്കും ഫ്രിഡ്ജും വാച്ചും ചൈനയിലേക്കും ദുബായിലേക്കും സിംഗപ്പൂരിലേക്കുമുള്ള ടിക്കറ്റ് വാങ്ങിക്കുന്നത്. ആ ടിക്കറ്റ് കൈക്കൂലിയാണെന്ന് അയാൾ പറയില്ല. കാരണം കൈക്കൂലി വാങ്ങിച്ച് ശീലിച്ച് ഇതെല്ലാം ജീവിതത്തിന്റെയും പ്രൊഫഷന്റെയും ഭാഗമായി എന്ന് അയാൾ ന്യായീകരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കള് തിന്മയിലേക്ക് പോയതിന് ശേഷം പിന്നെ അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ കരഞ്ഞുകൊണ്ട് കാര്യമില്ല. ആര് വിചാരിച്ചാലും അവരെ ശരിയാക്കാൻ ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ മക്കളെ സ്നേഹിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അവര് വലുതാവുമ്പോ അവരുടെ അഭിപ്രായങ്ങൾക്ക് സ്വതന്ത്രമായി വിലയിരുത്തലുകൾ നടത്താനും അവരെ സ്നേഹിക്കുന്നു എന്ന ബോധം വരുത്താനും അവരുടെ അടിമകളാകാതെ അവരുടെ സുഹൃത്തുക്കളാവാനും ആ മക്കൾ ചോദിക്കുന്നത് എന്തും മേടിച്ചു കൊടുക്കുകയല്ല, മറിച്ച് അവർക്ക് ആവശ്യമുള്ളത് മേടിച്ചു കൊടുത്ത് ജീവിതത്തിലെ വിശപ്പിന്റെ വിലയും സ്നേഹത്തിന്റെ വിലയും ദുഃഖത്തിന്റെ വിലയും പരിശ്രമത്തിന്റെ വിലയും എല്ലാം ബോധ്യപ്പെടുത്താനും ഈ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് മുദ്രാവാക്യം വിളിച്ച്
തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് സമൂഹത്തിനെതിരെ പ്രതികാര വാഞ്ചയോടുകൂടി ഒച്ചയെടുത്തിട്ട് ഒരു ചുക്കും നേടിയിട്ടില്ലെന്നും ഈ സമരത്തെ നയിക്കുന്ന നേതാക്കന്മാരെല്ലാം MLAയും MP യും പാർട്ടിയുടെ ഉയർന്ന പദവിയിലും ഇഷ്ടംമാതിരി പൈസ ഉണ്ടാക്കുന്ന അവസ്ഥയിലുമാണ് എന്നും മക്കളെ യഥാകാലം ഒന്ന് അറിയിച്ചിരുന്നു എങ്കിൽ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. സ്നേഹവും ബഹുമാനവും കൊടുക്കാതെ സ്നേഹവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും മക്കൾക്ക് നന്മ ചെയ്യുന്നതെല്ലാം കണക്ക് വെച്ച് മക്കളോട് പറഞ്ഞാൽ അതിന് പലിശ സഹിതം തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ മാതാപിതാക്കൾ നന്മയിലേക്ക് പോകാതെ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് പലപ്പോഴും മുങ്ങാൻ പോകുന്ന വ്യക്തി മറ്റൊരു മുങ്ങാൻ പോകുന്ന വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ രണ്ടും മുങ്ങിപ്പോവും. അപ്പൊ ആദ്യം ഉറച്ച സ്ഥലത്ത് നിന്നിട്ട് വേണം മുങ്ങാൻ പോകുന്ന വ്യക്തിയെ രക്ഷിക്കാനായിട്ട് എന്നറിയണം. നമ്മുടെ മക്കളെ സ്നേഹിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അതെല്ലാം ചെയ്തേ മതിയാവൂ. ശാശ്വത പരിഹാരത്തിന് മക്കൾക്ക് വേണ്ടാത്തതെല്ലാം തീറ്റി ചിക്കനും മട്ടണും ബീഫും എല്ലാം തിന്നാൻ കൊടുത്തിട്ട് മൃഗത്തിന്റെ ചോരയും മൃഗത്തിന്റെ ഇറച്ചിയും കഴിക്കുമ്പോൾ മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതാണല്ലോ പുലിയും കരടിയും ചെന്നായയും ഒക്കെ ഇഡ്ഡലിയും ദോശയൊന്നുമല്ലല്ലോ തിന്നുന്നത്. അത് തിന്നുന്നത് എന്തോ അതിന്റെ സ്വഭാവമാണ് മൃഗങ്ങൾ കാണിക്കുക. അത് മനുഷ്യർ തിന്നാല് മനുഷ്യരും അതേപോലെയുള്ള സ്വഭാവം കാണിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതാണ്. അപ്പൊ നമ്മളുടെ മക്കളിൽ നിന്ന് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു എങ്കിൽ കുറേയൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. കുറേയൊക്കെ വൃദ്ധരാവുന്നത് വരെ, ശരീരം അനങ്ങുന്നത് വരെ സ്വയം പ്രവർത്തിച്ച് നല്ല സാമൂഹിക സംഘടനകളിൽ ഇൻവോൾവ്ഡ് ആയിട്ട് മക്കൾക്കൊരു ഭാരമാവാതെ, മരുമക്കൾക്കൊരു ഭാരമാവാതെ ധന്യമായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ജീവിതാന്ത്യത്തിൽ മക്കളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഇത് റിട്ടയർ ആയതിനു ശേഷം വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി പിന്നെ ഈ മക്കളുടെ തെറ്റുകളും കുറ്റങ്ങളും മരുമക്കളുടെ തെറ്റും കുറ്റവും കണ്ടുപിടിച്ച് ഇപ്പൊ വരുന്ന സീരിയൽ കണ്ടാൽ അറിയാം. ചന്ദനമഴ, പരസ്പരം, കുങ്കുമപ്പൂവ്. ശരിക്കൊരു കുടുംബത്തിനെ കുളം തോണ്ടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സീരിയലുകളുടെ പ്രവാഹം കണ്ട് വളരുന്ന അമ്മായിയമ്മയും മകളും മക്കളും ഭർത്താവും ഭാര്യയും സഹോദരനും മരുമകളുമെല്ലാം ആ സീരിയൽ കണ്ട് അതെല്ലാമാണ് ജീവിതമെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ വീട്ടിനകത്ത് സ്വസ്ഥത കുറവുണ്ടാവുക സ്വാഭാവികമാണ്. മാത്രമല്ല 6ഉം 7ഉം 8ഉം കുട്ടികളുള്ള നമ്മളുടെ പഴയ തലമുറകളിൽ മക്കളെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർ വളർത്തി. ഇന്ന് 1ഓ 2ഓ കുട്ടികൾ അവരെ മര്യാദയ്ക്ക് വളർത്താൻ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് സാധിക്കണില്ല. അപ്പൊ പ്രശ്നത്തിന്റെ ആരംഭം മക്കളല്ല, എല്ലാ കുടുംബ പ്രശ്നങ്ങളും മക്കളിൽ നിന്നുണ്ടാകുന്നു എന്ന ധാരണ വെച്ച് പുലർത്തുന്ന മാതാപിതാക്കളാണ് കുറെയെല്ലാം കാരണമെന്ന് തിരിച്ചറിയാം. പ്രവർത്തിക്കേണ്ടിടത്തോളം കാലം പ്രവർത്തിക്കുക, പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കാലം കഴിഞ്ഞാൽ നിവർത്തിച്ച് തിരിച്ചു വരിക. പിന്നെ അവരുടെ ജീവിതം അവർക്ക്. നമ്മൾ നമുക്കൊരു ഭാരമാവാതെ, നമ്മൾ നമ്മുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഭാരമാവാതെ, നമ്മൾ നമ്മളുടെ മക്കൾക്കും ഭാരമാകാതെ ജീവിക്കാനും ജീവിപ്പിക്കാനും ശ്രമിച്ചാൽ നമ്മുടെ വീട്ടിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ കുറയും. ഇതെല്ലാം ഞാൻ ജനറൽ കാര്യമാണ്. ചിലപ്പോൾ മക്കൾക്ക് രോഗമുണ്ടാവും, ഓട്ടിസം ഉണ്ടാവും, ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റി ഉണ്ടാവും, മറ്റ് അസുഖങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിലല്ല ഞാനിപ്പോൾ പറഞ്ഞത്. അവരെ പോലെയുള്ളവരെ
ഏത് വിധത്തിൽ ഡോക്ടർമാരുടെ ഉപദേശം കൊണ്ട് നന്നാക്കാൻ, ശരിയാക്കാൻ, ആരോഗ്യമുള്ളവരാക്കാൻ സാധിക്കുമോ അവരെ ചെന്ന് കണ്ട് ജീവിതാന്ത്യം വരെ അങ്ങനെയുള്ള മക്കൾക്ക് നന്മകൾ വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിൽ നല്ലോണം മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ വേദന ഊഹിക്കാൻ വിഷമമുണ്ടായിട്ടൊന്നും പറയല്ല. എന്നാലും ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ശ്രമിച്ചാൽ ശരിക്കും നമ്മളുടെ വീട് ഐശ്വര്യപൂർണമാക്കാൻ സാധിക്കും. നിങ്ങൾ എന്തെല്ലാം മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നോ അതെല്ലാം മക്കൾക്ക് കൊടുക്കുക. ഇന്നലെ ചെയ്യാത്തത് ഇന്നത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്ന് ചെയ്യാത്തത് നാളത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്നലെ ചെയ്തത് ഇന്നത്തെ ദുഃഖത്തിനും ഇന്ന് ചെയ്തത് നാളത്തെ ദുഃഖത്തിനും കാരണമാവാത്ത വിധത്തിൽ നമ്മൾ നല്ലോണം ചിന്തിച്ച് ഇന്നു മുതൽക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും വിഹാരത്തിൻ്റെ കാര്യത്തിലായാലും വിചാരത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും കാര്യത്തിലായാലും നിങ്ങൾ നന്മകൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ആ നന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർത്തിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലാണ് അതിൻ്റെ നന്മകൾ നിങ്ങൾക്ക് കിട്ടുക. എൻ്റെ കാര്യം എനിക്ക്, ഞാൻ മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടില്ല, എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നത് എന്ന് വിചാരിച്ച് അവനവൻ്റെ കാര്യം മാത്രം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ജീവിതത്തിൽ പങ്കുവെക്കലില്ല. അപ്പോൾ പ്രശ്നം ഉണ്ടാവും. നല്ലത് ചെയ്താലല്ലേ നല്ലത് കിട്ടുള്ളൂ. ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥയല്ലേ ഉണ്ടാവുക. തിന്മ ചെയ്താൽ തിന്മ കിട്ടും, നല്ലത് ചെയ്താൽ നന്മ കിട്ടും. ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും തിരിച്ചു കിട്ടില്ല. ഇതൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അപ്പൊ നമ്മൾ നന്മ നിറഞ്ഞ വഴിയിലൂടെ പോയാൽ പോരാ, നമ്മുടെ മക്കളെ നന്മ നിറഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോയാൽ പോരാ, മറ്റുള്ളവർക്കും സാധിക്കുന്നിടത്തോളം നന്മകൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് ദുഃഖം ഉണ്ടാവാതിരിക്കുന്നത്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ദുഃഖം ഉണ്ടാവാതിരിക്കുന്നത്. ഇനിയും ഇനിയും കുറേ പറയണമെന്നുണ്ട്. ഉപദേശിക്കലൊക്കെ എളുപ്പമാണ്. 1 gram of practice is much more better than 1 million pound of philosophy or advice എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാം പ്രായോഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് 10 ലക്ഷം പൗണ്ട് ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്ന്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് യഥാർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ ധന്യമാകും. നമസ്കാരം, പ്രണാമം.